ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യ സ്റ്റൈലിലുള്ള മധുരപ്പച്ചടി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് നമ്മൾ പൈനാപ്പിളും കറുത്ത മുന്തിരിയും അതുപോലെ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് മധുരപ്പച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നല്ല പഴുത്ത പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ പൈനാപ്പിളിൻ്റെ നടുവിലുള്ള ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി ഇതിന് ആവശ്യമുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 കപ്പ് അളവിൽ പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് 2 കപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ചെറിയ നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 20ഓളം എണ്ണം കറുത്ത മുന്തിരി, ഇത് കുരുല്ലാത്ത കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പൈനാപ്പിളിന് അത്യാവശ്യം കുക്കിംഗ് ടൈം ഉണ്ട്. പൈനാപ്പിൾ കുക്കായി വന്നതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ മുളക് പൊടിയൊക്കെ വളരെ കുറച്ച് അളവിൽ തന്നെ മതി കേട്ടോ. മെയിനായിട്ട് ഇതിലിപ്പോൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും അത് കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ. പൈനാപ്പിൾ കുക്കായിട്ട് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുള്ളൂ. മുന്തിരി ആണെന്നുണ്ടെങ്കിൽ അവസാനം മാത്രമേ ചേർക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മുന്തിരിയൊക്കെ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും നമ്മൾ ആദ്യമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ. മധുര പച്ചടിയിൽ എപ്പോഴും മുന്തിരി അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പൈനാപ്പിൾ വെന്ത് കുഴഞ്ഞു പോരുത്, പക്ഷെ കറക്റ്റായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ മാറണം. കണ്ടില്ലേ, ഇതിപ്പോൾ ആവശ്യത്തിന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പൈനാപ്പിൾ നന്നായിട്ട് കുക്കായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. ആ ഒരു സമയം വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനു മുമ്പ് പല ടൈപ്പ് പച്ചടികളുടെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട നാളികേരമൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അളവിൽ നാളികേരം ചെരുകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കറക്റ്റായിട്ട് തന്നെ വരും. ഒരുപാട് അളവിൽ നാളികേരം ചെരുകിയതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലുള്ള റെസിപ്പികൾക്കൊന്നും. നാളികേരത്തിൻ്റെ കൂടെ നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ജീരകം, ക്യുമിൻ സീഡ്സ് എന്നൊക്കെ പറയണ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു അളവിൽ മതിയാവും, കറക്റ്റായിട്ട് തന്നെ വരും. പിന്നെ നമുക്ക് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 പച്ചമുളകാണ് ചേർക്കുന്നത്. ഇതിൽ മെയിനായിട്ട് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മുളക് പൊടി വളരെ ചെറിയൊരു അളവിൽ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ കുരുമുളകും ഒന്നും തന്നെ ചേർത്ത് കൊടുക്കില്ല. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് തന്നെയാണ് ഈ ഒരു പച്ചടിയുടെ ഒരു എന്താ പറയുക ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് അളവിലൊന്നും ചേർക്കണില്ല, ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ആദ്യം വളരെ കുറച്ച് അളവിൽ മാത്രം വെള്ളം ഒഴിക്കുക. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ നാളികേരവും അതുപോലെ ഈ ജീരകവും കടുകൊക്കെ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം നോക്കിയിട്ട് മാത്രം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് തൈര് വേണം. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അധികം പുളിയില്ലാത്ത, അതായത് ചെറിയ പുളിയുള്ള നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള തൈര് തയ്യാറാക്കണ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടകളൊക്കെ നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാം. മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ ഒരുപാട് ലൂസായിട്ട് മാറും. തൈരിന് ഒരുപാട് പുളി ഉണ്ടായാലും ഈ ഒരു കറി അത്ര നന്നായിട്ട് വരില്ല. പിന്നെ നമ്മളിപ്പോൾ ഇത് ഇന്ന് തയ്യാറാക്കിയിട്ട് പിറ്റേ ദിവസമാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴും അധികം പുളിയില്ലാത്ത അല്ലെങ്കിൽ ചെറിയ പുളിയുള്ള തൈരാകുമ്പോഴായിരിക്കും പിറ്റേ ദിവസത്തേക്ക് കറക്റ്റായിട്ട് വരിക. ഒരുപാട് പുളിയുള്ള തൈരൊക്കെ ആകുമ്പോൾ ഇരിക്കും തോറും ആ ഒരു കറി കഴിക്കാൻ നന്നായിട്ട് തന്നെ വരില്ല കേട്ടോ. കണ്ടില്ലേ, കട്ടകളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് പൈനാപ്പിൾ കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ലേ, പൈനാപ്പിൾ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി, കുറച്ച് വെള്ളമുണ്ട് ഇതിൽ, പക്ഷേ ആവശ്യത്തിന് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം കൂടി ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നേന്ത്രപ്പഴം നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം തന്നെ എപ്പോഴും ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ ഒരുപാട് എന്താ പറയുക നന്നായിട്ട് പഴുത്തത് അങ്ങനെയും വേണ്ട, എന്നാൽ പഴുക്കാത്തതും ആയാലും നന്നായിട്ട് തന്നെ വരില്ല. അപ്പോൾ നേന്ത്രപ്പഴം മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം.
പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നേന്ത്രപ്പഴം ഒരു 5-6 മിനിറ്റോളം സമയം മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകും. ഇതിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടല്ലേ നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇതിലിപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്, നമുക്ക് കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം എന്തായാലും കുറച്ചും കൂടി ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാനൊരു അരക്കപ്പോളം അളവിൽ വെള്ളം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നേന്ത്രപ്പഴം നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ. വെന്തുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്ര തന്നെ മതി കേട്ടോ, വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു നാളികേരത്തിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നാളികേരം അരച്ചത് മുഴുവനായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളികേരം അരച്ചതിൽ വെള്ളം പോരാന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കണം, അപ്പോൾ ലൂസായിട്ട് വരും. പക്ഷെ എന്നാലും ഇത് ഒരുപാട് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ നാളികേരത്തിൻ്റെ പച്ചമണം നന്നായിട്ട് തന്നെ മാറി വരണം, ഒന്ന് തിളച്ച് വരണം. അതായത് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ തന്നെ ആയിരിക്കും നന്നായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വരിക കേട്ടോ. അതിനുശേഷം മാത്രമാണ് പിന്നെ നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുള്ളൂ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുര പച്ചടിയല്ലേ, എന്തായാലും പഞ്ചസാര ആവശ്യമായിട്ട് വരും. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച പൈനാപ്പിളിലും നേന്ത്രപ്പഴത്തിലും ഒക്കെ മധുരമുണ്ട്. പക്ഷേ എന്നാലും ചെറിയൊരു പുളിയൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. മധുരപ്പച്ചടി ചെറുതായിട്ട് ഒരു മധുര രസത്തിൽ തന്നെയല്ലേ ഇരിക്കുക. പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു റെസിപ്പിയിൽ സാധാരണ നമ്മൾ പഞ്ചസാര തന്നെയാണ് ഉപയോഗിക്കാറ്, ശർക്കരയല്ല. അപ്പോൾ കണ്ടില്ല, ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ടാണ് ഇതിപ്പോൾ ഇരിക്കണത്. ഈ നാളികേരത്തിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കണം. മുന്തിരി ഈ സമയത്ത് മാത്രം ചേർത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അത് വെന്ത് കുഴഞ്ഞു പോകും. മുന്തിരി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറിയിൽ അങ്ങനെയോട് തന്നെ കെടുക്കണം. പക്ഷെ കുക്കായിട്ട് വന്നിട്ടുണ്ടാവും ഈ ഒരു ചൂടിൽ ഇരുന്നിട്ട് തന്നെ. അപ്പോൾ ഒരു 20-25 മുന്തിരി മാക്സിമം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കുരുയില്ലാത്ത കറുത്ത മുന്തിരിയാണ് സാധാരണ രീതിയിൽ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഒരു 5 മിനിറ്റോളം സമയം ഞാനിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ടകളൊക്കെ മാറ്റിയെടുത്ത തൈര് ചേർത്ത് കൊടുക്കുക. തൈര് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ലോ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് മാത്രം തൈര് ചേർക്കുക കേട്ടോ. അപ്പോൾ തൈര് ചേർത്തതിന് ശേഷം ഒരിക്കലും ഇത് തിളച്ച് വരാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. ചൂടായിട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കിയ സമയത്ത് കുറച്ച് കുറവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൽ നമുക്ക് കടുകൊക്കെ ഒന്ന് വറുത്തിടണം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ചൊരു ലൂസായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ ആയിരിക്കും ഇത് റെഡിയായി വന്നതിന് ശേഷം തണുത്ത് വരുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. അതായത് ഇലയിൽ വിളമ്പുമ്പോൾ ഒഴുകി പോയരുത് കേട്ടോ. അപ്പോൾ ഇനി ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെയാണ് ഇതുപോലുള്ള റെസിപ്പികൾക്കൊക്കെ നന്നായിട്ട് വരിക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 വറ്റൽമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മതി, നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് മധുര പച്ചടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുര പച്ചടി റെഡി ആയിട്ടുണ്ട്. സദ്യ സ്റ്റൈലിലുള്ള മധുര പച്ചടി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5-10 മിനിറ്റ് നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ കറക്റ്റായിട്ട് തന്നെ വരും. ഈ ഒരു കറിയൊക്കെ നമുക്ക് സദ്യ തയ്യാറാക്കുന്നതിൻ്റെ തലേദിവസം രാത്രിയൊക്കെ ഉണ്ടാക്കി വയ്ക്കാവുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടച്ചു വെച്ചാൽ മതി. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്റ്റൈൽ മധുര പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മധുര പച്ചടി ഇതുവരെ തയ്യാറാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷുവിന് തയ്യാറാക്കി നോക്കുക. മധുരമുള്ള കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ കമൻസാണ് വീണ്ടും വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിമിഷാസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും
പിന്നെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.